പുതുവർഷത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ എത്തിയ നവകേരള സദസ്സിന് ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. എറണാകുളം ജില്ലയിൽ ഇന്നും നാളെയുമായി നവകേരള സദസ്സ് നടക്കുകയാണ്. പരിപാടി തുടങ്ങുന്നതിനേറെ മുമ്പ് തന്നെ 10,000-കണക്കിന് പേരാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കേൾക്കാൻ എത്തിയത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഉമേഷ് തയ്യാറായിട്ടുണ്ട്. ഉമേഷ്, ഇന്നത്തെ പുതുവത്സരവുമായി ബന്ധപ്പെട്ടുള്ള നവകേരള സദസ്സിനെ എങ്ങനെയാണ് ജനങ്ങൾ വരവേറ്റത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സാണ് ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നും പുനരാരംഭിച്ചത്. ഉച്ച കഴിഞ്ഞ് 3 മണിക്കായിരുന്നു തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സ് ആരംഭിച്ചത്. കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടായിരുന്നു നവകേരള സദസ്സിന് വേദിയായത്. സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം തൃക്കാക്കര മണ്ഡലത്തിലേക്കും നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി ഒഴുകിയെത്തി. 4 മണിയോടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വേദിയിലേക്ക് എത്തി. മുഖ്യമന്ത്രി പ്രധാനമായും സംസാരിച്ചത് മറ്റിടങ്ങളിൽ കണ്ടതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന നീതികേടിനെക്കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. ഒപ്പം മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയെ പിന്തുണച്ചവർ ഇപ്പോൾ വോട്ടിന് വേണ്ടി മതസൗഹാർദ്ദം നടിക്കുന്നതിന് പിന്നിലെ കാപട്യം തിരിച്ചറിയണം എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒപ്പം ഈ വംശഹത്യയെ പിന്തുണച്ചവർ ഇപ്പോൾ കപടവേഷം ധരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തൃക്കാക്കര മണ്ഡലത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ആ പന്തൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തും ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ആ നിലയിൽ വലിയ ജനപങ്കാളിത്തമാണ് തൃക്കാക്കര മണ്ഡലത്തെ നവകേരള സദസ്സിലുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് പരാതിയും നിവേദനങ്ങളൊക്കെ സമർപ്പിക്കാനായി 27 കൗണ്ടറുകൾ അവിടെ പ്രവർത്തിച്ചു. ഒപ്പം നവകേരള സദസ്സിന് മുന്നോടിയായി കലാപരിപാടികളും തൃക്കാക്കര മണ്ഡലത്തിൽ അരങ്ങേറി. സമാനമായ രീതിയിൽ തന്നെയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൻ്റെ സ്വീകരണത്തിന് ശേഷം ഒപ്പം പിറവം മണ്ഡലത്തിലേക്കും നവകേരള സദസ്സ് ഇന്നെത്തി. പിറവം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. ഇക്കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. BJPയുടെ ക്രൈസ്തവ സ്നേഹം കാപട്യമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിറവം മണ്ഡലത്തിലും വലിയ ജനപങ്കാളിത്തമാണ് നവകേരള സദസ്സിനോടനുബന്ധിച്ച് നവകേരള സദസ്സിൽ ഉണ്ടായത്. എറണാകുളം ജില്ലയിൽ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചത്. അതിൽ 2 ഇടങ്ങളിലെ നവകേരള സദസ്സാണ് ഇന്ന് പൂർത്തിയായത്. നാളെ അവശേഷിക്കുന്ന മറ്റ് 2 മണ്ഡലങ്ങളിലും നടക്കും. അത് തൃപ്പൂണിത്തുറയും കുന്നത്തനാടുമാണ്. നാളെയും ഉച്ചയ്ക്ക് ശേഷമാണ്. വൈകിട്ട് 3 മണിക്ക് തൃപ്പൂണിത്തുറയിലും അതിനുശേഷം വൈകിട്ട് 5 മണിയോടെ കുന്നത്തനാട് മണ്ഡലത്തിലെ കോലഞ്ചേരിയിലും നവകേരള സദസ്സ് നടക്കും. അതോടെ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സിൻ്റെ പര്യടനം പൂർത്തിയാവുകയാണ്.